തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ പെയ്ത മഴയിൽ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രഭാതത്തിൽ. സുനിഷ അയ്യല്ലൂർ, വെരി ഗുഡ് മോർണിംഗ്. കാലവർഷം ഇങ്ങെത്തി. ഇന്ന് പക്ഷേ തിരുവനന്തപുരത്തെ മഴ അല്പം മാറി നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരത്ത് പതിവ് പോലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജനജീവിതം ദുസ്സഹമായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? കാലവർഷം എത്തുമ്പോൾ തിരുവനന്തപുരം നഗരസഭയും തിരുവനന്തപുരം നഗരവും കാലവർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയോ? അരുൺ, കാലവർഷം ഇന്നത്തോടുകൂടി തന്നെ കേരള തീരത്ത് എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത വരുന്ന 5 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള മഴയൊന്നുമില്ല, നല്ല ശമനമുണ്ട്. വൈകുന്നേരം രാത്രി തൊട്ട് മഴയൊന്നുമില്ല, അതുകൊണ്ട് വെള്ളക്കെട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രാവിലെ നമ്മൾ ഈ മഴയൊന്നും ഇല്ല എന്നുള്ളൊരു സാഹചര്യം പറയുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളക്കെട്ട് എന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. അതായത് തുടർച്ചയായി 3 മണിക്കൂർ മഴ പെയ്താൽ കൃത്യമായി തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ ാകുന്നൊരു സ്ഥിതിയാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ അട്ടക്കുളങ്ങര മണക്കാട് ഭാഗത്താണ്. ഒരു പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ചില വെള്ളക്കെട്ടുകൾ കാണാമായിരിക്കും. ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന ഇടമാണ്. അവിടെ നിന്നൊക്കെ വെള്ളം വലിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ 1 മണിക്കൂർ നിർത്താതെ ഒരുപക്ഷെ വീണ്ടും മഴ പെയ്താൽ ഇതേ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നാണ്. ഇന്ന് കാലവർഷം കൂടി എത്തുന്നു. യെല്ലോ അലേർട്ട് തിരുവനന്തപുരത്തുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ ഇതേ രീതിയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെയൊക്കെ തന്നെയും വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നവുമായും പറയുന്നത്. ഈ പറഞ്ഞതുപോലെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഒക്കെ തന്നെയും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. കാലവർഷം എത്തുമ്പോഴും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലവർഷത്തെ നേരിടാൻ നഗരസഭ സജ്ജമായിട്ടുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ്. കാരണം ഈ വരുന്ന വഴിക്കൊക്കെയും ഒരുപക്ഷെ ഇങ്ങോട്ട് ഇവിടെ ഇല്ല, അവിടെയൊക്കെ സ്മാർട്ട് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ കുഴികളുണ്ട്. ഈ കുഴികളൊന്നും തന്നെ കൃത്യമായി അടയ്ക്കേണ്ട നടപടികളിലേക്ക് ഇനിയും കടന്നിട്ടില്ല എന്നത് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. പലപ്പോഴും ഈ ഓടകളുടെ ശുചീകരണമോ ദിവസം പ്രതി ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓടകളുടെ ശുചീകരണം അല്ലെങ്കിൽ വൃത്തിയാക്കൽ പ്രവർത്തനം, നവീകരണം, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും കൃത്യമായി നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിനൊന്നും ഒഴുകിപ്പോകാനുള്ള കൃത്യമായ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് പലയിടത്തും ഇതേ രീതിയിൽ ാവുകയാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ മഴ, ഒരു ശക്തമായ ഒരു ഇടവേളയിലെ മഴ തന്നെ വലിയ രീതിയിൽ അത് വെള്ളക്കെട്ടിലേക്ക് മാറ്റുന്നു എന്നതാണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം മിന്നൽ പ്രളയം, അപ്രതീക്ഷിത വെള്ളപ്പൊക്കം അടക്കമുള്ള സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുതകുന്ന രീതിയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുമുണ്ട്. ഏതായാലും നിലവിൽ തിരുവനന്തപുരത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. കാലവർഷം കൂടി ഒന്ന് പെയ്തു തുടങ്ങിയാൽ നിലവിൽ വെള്ളം കയറി നിൽക്കുന്ന പ്രദേശങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യതയുണ്ട്. ജീവിതം ദുസ്സഹമാകും. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ ഓടകൾ വൃത്തിയാക്കിക്കൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തേണ്ടതാണ്. ഡെങ്കിപ്പനി അടക്കം പറന്നുപിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യമുണ്ട് പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളിൽ. ഇതൊക്കെ ഒരു പ്രധാന വിഷയമാണല്ലേ സുനിഷ? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ വേനൽമഴ സമയത്ത് തന്നെ, അതിനു മുന്നേ ഏപ്രിലോടുകൂടി തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ വേനൽമഴ ശക്തമായതിനു ശേഷം മാത്രമാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് കടന്നതുപോലെ. അതായത് മെയ് പകുതിയാകുമ്പോഴാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് പോലും കടക്കുന്നത്. അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഓട, പലപ്പോഴും നമ്മൾ കണ്ടത് ഓട നവീകരണം, ഓട വൃത്തിയാക്കുന്നു, ഈ മണ്ണ് എടുത്ത് ഇടുമ്പോഴേക്കും അടുത്ത മഴ പെയ്യും, വീണ്ടും ഈ മണ്ണ് ഓടയിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്രവർത്തനവും ഈ മഴ തുടങ്ങിയാൽ നടത്താൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. അതിന് മുന്നേ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് പിന്നീട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ്. പലയിടത്തും ഈ ആമഴഞ്ചൻ തോട് പോലുള്ള വളരെ മാലിന്യ കൂമ്പാരമായിരിക്കുകയാണ്. അതൊന്നും തന്നെ കൃത്യമായി വൃത്തിയാക്കാൻ ഇപ്പോഴും നടപടി ആയിട്ടില്ല എന്നതാണ്. അതും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.